ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ നിന്ന് ജഗ്മോഹൻ പുറത്തു പോയതോടെ അദ്ദേഹത്തിൻ്റെ ധൂർത്തിൻ്റെയും അഴിമതിയുടെയും ഒക്കെ ഒരുപാട് കഥകൾ പുറത്തു വരുന്നു. ഈ ഋഷികൊണ്ടമലയുമായി ബന്ധപ്പെട്ട എന്തോ വലിയ അഴിമതി, കോടികൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഈ ഭരണം മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ ഈ മറ്റേ തെലുങ്കുദേശം പാർട്ടിയുടെ കുറേ പ്രവർത്തകർ വിശാഖപട്ടണമാണ് തലസ്ഥാനമായിട്ട് ജഗൻ റെഡ്ഡി കരുതിയിരുന്നത്. അമരാവതിയാണ് തലസ്ഥാനമായിട്ട് ചന്ദ്രബാബു നായിഡു പണ്ട് തൊട്ട് തന്നെ കരുതുന്നതും പണിയാനായിട്ടൊക്കെ തലസ്ഥാന നഗരമായിട്ട് പടുത്തുയർത്താനും ഒക്കെ ഉദ്ദേശിച്ചിരുന്നത്. അതിൻ്റെ പണി കുറേ ഒക്കെ മുമ്പോട്ട് പോയിരുന്നു. 4000 കോടിയോളം രൂപ അതിന് കേന്ദ്രം അനുവദിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ജഗൻമോഹൻ റെഡ്ഡി വന്നപ്പോൾ ഈ പദ്ധതിയൊക്കെ ഉപയോഗിച്ചിരുന്നു. മറ്റേ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിൽ ഈ എതിരായിട്ടുള്ള പരാമർശങ്ങളൊക്കെ വന്നു. പൈസ കിട്ടിയിട്ട് മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ല. പിന്നെ പണി നിന്നുപോയി. പിന്നെ പണി അതിന് അന്ന് 33,000 കോടി രൂപയാണ് അനുവദിച്ചിരുന്നതും. അങ്ങനത്തെ പദ്ധതിയായിരുന്നു. അത് നിന്നുപോയി. പിന്നെ DPR ഒന്നും കൊടുത്തിരുന്നില്ല. ജഗൻമോഹന് താല്പര്യമില്ലല്ലോ അമരാവതിയിൽ വരുന്നതിൽ. അപ്പം അങ്ങനെ ചെയ്തിരുന്നില്ല. അതാണ് ഇപ്പോൾ വീണ്ടും ഇനി DPR ഒക്കെ കൊടുത്ത് അത് വീണ്ടുമൊക്കെ ശരിയാക്കി അമരാവതിയിലൊക്കെ. അപ്പോൾ ഈ ഭരണം വന്നു കഴിഞ്ഞപ്പോൾ ഈ തെലുങ്കുദേശം പാർട്ടി പ്രവർത്തകർ ഈ പറഞ്ഞ പോലെ വിശാഖപട്ടണത്തിൽ ഈ കടലിനോട് അഭിമുഖമായിട്ട് നിൽക്കുന്ന ഒരു റിസോർട്ട് ആന്ധ്ര ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഹരിത എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ട് ഈ കൺവെർട്ട് ചെയ്തിട്ട് ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റുന്നതിനെപ്പറ്റി പലതുമൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് മുഴുവൻ രഹസ്യമായിട്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഭയങ്കര അടച്ചുറപ്പിലൊക്കെ. അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. കുറച്ച് 100 ഏക്കറോ അങ്ങനെ എന്തോ ഒക്കെ ഉള്ള വളപ്പിൻ്റെ അകത്ത് 9 ഏക്കർ അളന്ന് മാറ്റി. ആ 9 ഏക്കറിൻ്റെ അകത്താണ് ഒരു ഈ ഹരിത റിസോർട്ട് എന്ന് പറഞ്ഞത് ഇടിച്ച് നിരത്തിയിട്ട് ഇപ്പോൾ 12 കിടപ്പ് മുറികൾ ഉള്ള ഒരു കൂറ്റൻ ബംഗ്ലാവ്. പുറത്തുനിന്നൊക്കെ നോക്കിയാൽ വലിയ കാഴ്ചയും ഒക്കെ ആഡംബരമൊക്കെ ഉള്ള ബംഗ്ലാവ് പണിതിരിക്കുന്നത്. വലിയ തൂക്കുവിളക്കുകൾ ഒക്കെ ഉണ്ട്. ഈ മറ്റേ കുളിമുറികളിലൊക്കെ സ്പാ ഉണ്ട്. അങ്ങനെയുണ്ട്. 2021 അവസാനം ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി YSRCP അവർ ഈ ഹരിത റിസോർട്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കും എന്ന് പറഞ്ഞിട്ടാണ് പണി തുടങ്ങിയത്. അതാണ് ഈ മൊത്തം രഹസ്യം ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് പറയുന്നത്. അതായത് ഈ സഞ്ചാരികളൊക്കെ വന്നാൽ ഒരു ടൂറിസം ഡെവലപ്പിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി ഞങ്ങളൊരു 5 നക്ഷത്ര ഹോട്ടൽ പണിയാൻ പോകുന്നു എന്നൊക്കെയാണ് ഇവർ വാർത്തകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ബലത്തിൽ ഇത് ഇയാൾക്ക് താമസിക്കാനുള്ള, ജഗൻമോഹൻ റെഡ്ഡിക്ക് താമസിക്കാനുള്ള ഒരു 5 നക്ഷത്ര ബംഗ്ലാവായിരുന്നു എന്നുള്ളത്, അവധിക്കാല വസതി എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ ബംഗ്ലാവായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഭരണം മാറിയിട്ട് സംഭവമൊക്കെ പുറത്തു നിന്നുള്ള ഈ മറച്ചു വെച്ചതൊക്കെ പൊളിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ കാണുന്നുണ്ട്. 9.88 ഏക്കർ 500 കോടിയോളം രൂപ ബംഗ്ലാവ് പണിയാനായിട്ട് ഉപയോഗിച്ചതായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. BJP നേതാക്കൾ പോയിട്ട് ഈ സ്ഥലത്തിൻ്റെയൊക്കെ വീഡിയോകളൊക്കെ എടുത്തിട്ട് ഇതൊക്കെ സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ പോയിട്ട് ആന്ധ്രയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതാണ് വലിയ വാർത്ത. ഇപ്പം ദേശീയ ചാനലുകളിലേക്കൊക്കെ പതുക്കെ ഇത് വരുന്നുണ്ട്. അവിടെ മുൻപ് തെലുങ്കുദേശം പാർട്ടി ഒരു ഹാള് പണിതിട്ടുണ്ടായിരുന്നു, മീറ്റിങ്ങുകളൊക്കെ നടത്താവുന്ന പ്രജാവേദിക എന്ന് പറഞ്ഞിട്ട്. ആ പ്രജാവേദിക ഇടിച്ചു നിരത്തി. ഈ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നത് അത് ഇടിച്ചു നിരത്തിയതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഈ കുളിമുറികളൊക്കെ ഈ സാധാരണക്കാരുടെയൊക്കെ വീടുകളെക്കാൾ തന്നെ വലിപ്പമുള്ളതാണ്. ഓരോ കുളിമുറി ആഡംബരം അല്ലേ? ഈ 12 ബെഡ്റൂമുമായിട്ട് ചേർന്നിട്ട് കുളിമുറികളുണ്ട്. അതിലൊക്കെ സ്പായും ഒക്കെ ഉണ്ട്. ബാത്ത് ടബുകളൊക്കെ ഉണ്ട് വലിയ. ഈ 91 കോടി രൂപ മുടക്കി 5 നക്ഷത്ര ഹോട്ടൽ പണിയെന്നാണ് പറഞ്ഞത്. അവിടെയാണ് ഇപ്പോൾ 500 കോടി രൂപ മുടക്കി ഇയാൾക്ക് താമസിക്കാനുള്ള ബംഗ്ലാവ് കാണുന്നത്.
ആ സ്ഥലത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളൊക്കെ ഇടിച്ച് നിരത്താൻ തന്നെ 95 കോടി രൂപ ചിലവായി എന്ന് പറയുന്നു. ഇടിച്ച് നിരത്താൻ തന്നെ. ഇത് ആകെ 1,41,433 സ്ക്വയർ മീറ്റർ ആണ് ഇതിൻ്റെ വിസ്തൃതി. ഈ കെട്ടിടത്തിൻ്റെ ഈ ബംഗ്ലാവിൻ്റെ കുളിമുറി ഓരോന്നും 480 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ചതുരശ്ര അടിയുണ്ട്. ഒരു മീറ്റിംഗ് ഹാൾ ഇങ്ങർക്ക് വലിയ ആളുകളെയൊക്കെ കാണാനൊക്കെ ആയിട്ട് വേണമല്ലോ, അത് 7,266 സ്ക്വയർ മീറ്റർ ആണ്. ഒന്നാം നിലയിലെ മീറ്റിംഗ് ഹാളിന് കലിംഗ ബ്ലോക്ക് എന്നാണ് പേര് വച്ചിരിക്കുന്നത്. തൂക്കുവിളക്കുകളുണ്ട്. ഒരു തൂക്കുവിളക്കിന് 2 ലക്ഷം രൂപ. ഒരു തൂക്കുവിളക്കുണ്ട്. ഷാൻലിയേഴ്സ്, ഈ ഒരു ഷാൻലിയറിന് 2 ലക്ഷം രൂപയായിട്ട് വരുന്നിട്ടുണ്ട്. ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മാർബിളാണ് നിലത്തൊക്കെ പാകിയിരിക്കുന്നത്. ഇറ്റാലിയൻ മാർബിൾ. ഹോം തിയേറ്റർ അവിടെ കാണാം. ബാത്ത് ടബിന് 26 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. ഗജപതി വെങ്കി എന്ന് പറഞ്ഞ ബ്ലോക്കുകൾക്ക് ഒക്കെ ഈ ഇൻറ്റീരിയർ ഡെക്കറേഷനില്ലേ, അതിന് 33 കോടി രൂപ ചിലവായിട്ടുണ്ട്. ഇൻറ്റീരിയർ ഡെക്കറേഷൻ. ലാൻഡ്സ്കേപ്പിംഗ്, മറ്റേ പുൽത്തകിടിയൊക്കെ ഉണ്ടാക്കണ്ടായിരുന്നു, ലാൻഡ്സ്കേപ്പിങ്ങിന് 50 കോടി രൂപ ചിലവായി. സെൻട്രലൈസ്ഡ് AC ആണ് ഇതിന് മൊത്തം. ഈ കടലിനോട് നോക്കിയിരിക്കുന്ന ഒരു ഡൈനിങ് ഹാൾ ആണ്, തിന്നാനുള്ള മേശയൊക്കെ ആയിട്ട് ഡൈനിങ് ഹാൾ അതിന്. പിന്നെ ഇപ്പം ഇത്രയുമൊക്കെ ഈ വൈറലായി മുറികൾ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പാർട്ടി YSRP പറയുന്നത് ഇത് ഇന്ത്യയുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ താമസിക്കാൻ വേണ്ടി കെട്ടിവെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അവരൊക്കെ വല്ലപ്പോഴും ഒക്കെ വരുന്നതല്ലേ, ബാക്കിയുള്ള അത് അന്യായം വിലപ്പോകുന്നതല്ല. അങ്ങനെ പറഞ്ഞാൽ വല്ലപ്പോഴും വരുന്നവർക്ക് വേണ്ടിയിട്ട് വലിയ ഇത്രയും കോടിയൊക്കെ മുടക്കി ഉണ്ടാക്കുക എന്നുള്ളത്. NT രാമാറാവുവിൻ്റെ കാലത്താണ് ഈ ഹരിത റിസോർട്ട് പണിതിരുന്നത് അന്ന്. ഇപ്പോൾ ഇത് പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഈ കോസ്റ്റൽ റെഗുലേഷൻ സോൺ ഇല്ലേ, CRZ, തീരദേശ പരിപാലന നിയമം, അത് ലംഘിച്ചിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. കാരണം കടലിനോട് ചേർന്നിട്ടാണല്ലോ, ഇത്ര മീറ്റർ മാറി അതൊക്കെ ലംഘിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ട്രൈബ്യൂണലിലൊക്കെ ചില ആളുകൾ ഇത് പണിയുന്ന കാലത്ത് തന്നെ കോൺട്രവേഴ്സിലായിരുന്നു, കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുളിമുറിയിലൊരു കമ്മോഡിന് അദ്ദേഹത്തിന് മറ്റേ കഴിച്ചതൊക്കെ പുറത്തേക്കൊക്കെ കളയാൻ കമ്മോഡിന് 10-12 ലക്ഷം രൂപ, 12 ലക്ഷം കമ്മോഡിന് ചിലവ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാത്ത് ടബിന് 40 ലക്ഷം. പിന്നെ ആ പ്രധാനപ്പെട്ട കിടപ്പുമുറിയിൽ ഒരു മസാജ് ടേബിൾ കാണുന്നുണ്ട്, തിരുമാൻ മസാജ് ചെയ്ത് കൊടുക്കല്ലേ, അതെ, അതും കാണുന്നുണ്ട്. ഈ ഇപ്പോൾ അങ്ങേര് പോയി കഴിയുമ്പോൾ ആന്ധ്രയുടെ കടം 12 ലക്ഷം കോടി രൂപയാണ്. 12 ലക്ഷം കോടിയോ? ആന്ധ്രാപ്രദേശിന്റെ കടം. നമ്മളിവിടെ 3 ലക്ഷം കോടി എന്നൊക്കെ പറയുമല്ലോ, കേരളത്തിലും വലിയ മോശമല്ല, നമ്മൾ ചെറിയ സ്ഥലമല്ലേ. 12 ലക്ഷം കോടി രൂപയാണ് കടം. അങ്ങനെ കടം നിൽക്കുമ്പോഴാണ് ഈ ആഡംബരം, ധൂർത്തുമൊക്കെ. ഇത് ഇത്രയുമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നത് ഈ റുമാനിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയില്ലേ, ചെഷസ്ക്യൂ പോയി കഴിഞ്ഞപ്പോൾ ചെഷസ്ക്യൂവിൻ്റെ ബംഗ്ലാവിനെ പറ്റിയൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇങ്ങനെ ചെഷസ്ക്യൂവിൻ്റെ ഭാര്യയ്ക്ക് ഈ സ്വർണ്ണ ഹൈ ഹീൽഡ് ഷൂസ്, ചെരുപ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലത്തെ കമ്മോഡിൻ്റെ കഥയും ഒക്കെ വന്നിരുന്നു. ബാത്റൂമിൻ്റെയൊക്കെ സ്വർണ്ണ ഈ ഫിറ്റിങ്ങുകളൊക്കെ ഉള്ളത്, വാതിലുകളിലുമൊക്കെ തുറക്കാനുമൊക്കെ ഒരു ചെഷസ്ക്യൂവിൻ്റെ ഓർമ്മ ഇവിടെ വരികയാണല്ലേ. ആണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കെട്ടിടത്തിൻ്റെയൊക്കെ പരിപാലന ചുമതലയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരോടായിരിക്കില്ലേ? അപ്പോൾ ഈ ഭരണം മാറുമ്പം അവർ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ പുതിയ മുഖ്യമന്ത്രിയുടെ അടുത്ത്
അതൊക്കെ അതൊക്കെ വെളിപ്പെടുത്തില്ല. പറഞ്ഞിട്ടുണ്ട്. കാരണം വിശാഖപട്ടണത്തായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ മീറ്റിങ്ങുകളൊക്കെ. അപ്പൊ വിശാഖപട്ടണത്തിന് ചന്ദ്രബാബു നായിഡു എത്തുന്നതിനും തൊട്ട് മുമ്പാണ് അവിടുത്തെ MLA ശ്രീനിവാസ റാവുവിന്റെ നേതൃത്വത്തിലെ പ്രവർത്തകരെല്ലാം കൂടി പോയി ഇത് മുഴുവൻ കണ്ട് പിടിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ആളുകളുടെയൊക്കെ മുമ്പിൽ, ആളുകൾ ഇതെന്താന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദൂർത്തും ആഡംബരവും കൊണ്ട് ഈ പറയുന്ന ജഗ്മോഹൻ അങ്ങ് മതിമറന്ന് ജീവിക്കുകയായിരുന്നു അല്ലേ? അങ്ങനെയായിരുന്നു. ഒരു സ്വയം ഒരു സുൽത്താനായിട്ടോ രാജാവായിട്ടോ ഒക്കെ കണ്ടിട്ടുള്ള പെരുമാറ്റമായിരുന്നു എന്നാണ് ഇത് കാണുമ്പോൾ നമുക്കും തോന്നുന്നത്. കാരണം സർക്കാരിനെ മൊത്തം കടക്കണിയിലാക്കുകയും ചെയ്തു അല്ലേ, ആ സംസ്ഥാനത്തെ മൊത്തം. അതെ, പ്രത്യേകിച്ച് എന്തെങ്കിലും വികസന പദ്ധതികളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വേറെ ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഈ രാജശേഖർ റെഡ്ഡി ഈ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ ബിസിനസ് കോൺട്രാക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. വലിയ ബിസിനസ്സുകാരനായിരുന്നു ആ മേഖലയിലായിരുന്നു. മെട്രോ അങ്ങനത്തെ ഒക്കെ. അപ്പൊ ആ വഴിക്കുള്ള സംഭവമാണ്. ഇതിൽ ഈ പണിയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് കുറെ കോഴയൊക്കെ വന്ന് കാണണമല്ലോ. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 500 കോടിയിൽ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കണം. അതൊക്കെ ബാക്കി ഇനി ഈ അന്വേഷണമൊക്കെ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ അഴിയുടെ വാതിലും ജഗ്മോഹൻ മുന്നിൽ തുറക്കാം അല്ലേ? അത് വേറെ കേസുകളും കൂടിയൊക്കെ വരണം. അങ്ങനത്തെ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇത്രയും വലിയൊരു ദൂർത്തും ആഡംബരമൊക്കെ കിട്ടി നടക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ വാർത്ത തന്നെയാണ് ഇപ്പം നമ്മൾ ABC ന്യൂസിലൂടെ പുറത്തു വിടുന്നത്. പ്രേക്ഷകർ ശരിക്കും കാണേണ്ടതാണ് ആ ബംഗ്ലാവും അതിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങളും. എന്നിട്ട് അവർ ചർച്ച ചെയ്യട്ടല്ലേ?